സിയിൽ അരേസ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ 2 ക്ലാസ്സുകൾ ഇതിനു മുന്നേ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം അരേ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ക്ലാസ്സിൽ അരേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ഇനീഷ്യലൈസ് ചെയ്യാം, ട്രാവേഴ്സ് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അരേ എലമെന്റ്സ് എങ്ങനെ റീഡ് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. റീഡ് ചെയ്യാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസറിന്റെ അടുത്തുനിന്ന് വാല്യൂസ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് അരയിലേക്ക് സ്റ്റോർ ചെയ്യുക, ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് പ്രിന്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടർബോസി കമ്പൈലർ ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഹെഡർ ഫയൽസ് ആദ്യമേ ഇൻക്ലൂഡ് ചെയ്യാം. #include stdio.h എടുത്തിട്ടുണ്ട്. പിന്നെ conio.h എന്നുള്ള ഹെഡർ ഫയലും കൂടി ഞാൻ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. conio.h യൂസ് ചെയ്യുന്നത് നമ്മൾ CLR, getch തുടങ്ങിയ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിന്റെ ആവശ്യം പറഞ്ഞിരുന്നു. മൊബൈലിൽ നിന്ന് ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾ സി കമ്പൈലർ ചെയ്ത് നോക്കുന്നതെങ്കിൽ അവിടെ conio.hഉം CLR, getch ആവശ്യമൊന്നും ഇല്ല. അപ്പം ഏത് ഹെഡർ ഫയലും അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനും ഉപയോഗിക്കേണ്ട ആവശ്യം മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുക. ഇവിടെ വോയിഡ് മെയിൻ എടുത്തിട്ടുണ്ട്. അതിന് അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ അരേ ഡിക്ലെയർ ചെയ്യണം. അരേ ഡിക്ലെയർ ചെയ്യാനായിട്ട് ഇന്റ് സ്പേസ് ഇട്ടിട്ട് അരയ്ക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പേര് കൊടുക്കുന്നതാണ്. അരേ എന്നും പേര് തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അരേ എന്നുള്ള പേര് നമുക്ക് യൂസ് ചെയ്യാം. കാരണം അരേ ഒരു കീവേഡ് അല്ല, അരേ എന്നുള്ള വേർഡ് ഒരു കീവേഡ് അല്ല. അപ്പൊ അതുകൊണ്ട് അരേ എന്ന് വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പൊ അരേ ഈ ബ്രാക്കറ്റിൽ എന്ത് പറയാം, അരയുടെ സൈസ് പറയാം. ഇവിടെ സൈസ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ യൂസറിന്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര എലമെന്റ്സ് ആണ് യൂസർ എൻ്റർ ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഫിക്സഡ് ആയിട്ട് ഒരു അരേ സൈസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം യൂസർ ഇപ്പോൾ ഒരു ഇറ്ററേഷനിൽ ചിലപ്പോൾ 5 എലമെന്റ്സ് ആയിരിക്കും, അടുത്തത് വരുമ്പോൾ 20 എലമെന്റ്സ് ആയിരിക്കും, അടുത്തത് വരുമ്പോൾ 30 എലമെന്റ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അരയുടെ സൈസ് പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂഷൻ അവസാനിക്കുന്നത് വരെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതിൽ കുറച്ച് കൂടുതലായിട്ട് സൈസ് കൊടുക്കുക. അപ്പൊ 100 എലമെന്റ്സ് വരെയുള്ള ഒരു അരയാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം നമുക്ക് 100 എലമെന്റ്സ് വരെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം, പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് സാധിക്കില്ല. അപ്പൊ 100 എലമെന്റ്സ് നിർബന്ധമായിട്ടും സ്റ്റോർ ചെയ്യണമെന്നും ഇല്ല. നമുക്ക് 5 എലമെന്റ് മതിയെങ്കിൽ 5 എലമെന്റ്സ് മതി, 10 മതിയെങ്കിൽ 10 മതി, 20 മതിയെങ്കിൽ 20 മതി. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ ആവശ്യത്തിലും കുറച്ച് കൂടുതലായിട്ട് സൈസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് യൂസറിന്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്യുന്ന സമയത്ത്. അതല്ല അരേയിൽ ഇത്ര എലമെന്റ്സ് ആണ് ഉള്ളതെന്ന് ഫിക്സഡ് ആയിട്ട് നമുക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അരയുടെ സൈസ് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അറിയാവുന്ന വാല്യൂ വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ 100 എന്ന് കൊടുത്തിട്ടുണ്ട്. 100 50 ഏത് വേണമെങ്കിലും കൊടുക്കാം. കാരണം നമ്മുടെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും 50 എലമെന്റ്സിലേക്ക്, ഒരു 10ൽ കൂടുതൽ എലമെന്റ്സിലേക്ക് നമ്മൾ എന്താണെങ്കിലും പോകത്തില്ല. അപ്പൊ നമുക്ക് ഇഷ്ടത്തിന് കൊടുക്കാം. ഞാൻ ഇവിടെ 100 എലമെന്റ്സ് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരേ എലമെന്റ്സ് റീഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഐ എന്ന് പറഞ്ഞ് ലൂപ്പ് കൺട്രോൾ ചെയ്യാനായിട്ടൊരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ അരയുടെ ഇൻഡെക്സ് പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിയുള്ള വേരിയബിൾസിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇനി നമുക്ക് ഒരു വേരിയബിളും കൂടി വേണം, n എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് അരയുടെ സൈസ് ആണ്. അപ്പൊ എത്ര എലമെന്റ്സ് ആണ് യൂസർ റീഡ് ചെയ്യുന്നത് നമുക്ക് അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അരയുടെ സൈസ് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ അരയിൽ എത്ര എലമെന്റ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ട് നമ്മൾ n എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഡിക്ലറേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് CLR എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് അരയുടെ സൈസ് ആദ്യം റീഡ് ചെയ്യണം. printf എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് എന്നോ എൻ്റർ ദ സൈസ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. എത്ര എലമെന്റ്സ് ആണ് യൂസർ എൻ്റർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ സ്കാൻഫ് അല്ലെ. അപ്പൊ അരയുടെ സൈസ് അല്ലെങ്കിൽ അയയിൽ എത്ര എലമെന്റ്സ് ആണ് റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചു. യൂസർ ആ വാല്യൂ എൻ്റർ ചെയ്യും. അത് സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് വഴി. %d കൊടുക്കാൻ കാരണം എന്താണ്, ഇൻറ്റീജർ വാല്യൂ ആണ്. അഡ്രസ് ഓഫ് n എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് ഞാനത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അരയുടെ സൈസ് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ എത്ര എലമെന്റ്സ് ആണ് റീഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എലമെന്റ്സ് റീഡ് ചെയ്ത് തുടങ്ങാം. അപ്പൊ ആദ്യമേ തന്നെ ഒരു printf സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. എൻ്റർ ദ എലമെന്റ്സ്.
എലമെന്റ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഇനി ആ എലമെന്റ്സിനെ റീഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ ട്രാവേഴ്സിങ്ങിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ i is equal to 0. കാരണം എന്താണ്, അരേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണ്. i ലെസ് ദാൻ n, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കരുത്. ഒന്നെങ്കിൽ ലെസ് ദാൻ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 എന്ന് കൊടുക്കുക. ഇനി പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് എഴുതുക അല്ലേ. നമ്മുടെ ബ്രാക്കറ്റ് കൊടുക്കാം. അത് കൊടുത്തില്ലെങ്കിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. സ്കാൻഎഫ് %d. അപ്പോൾ ആ എലമെന്റ് റീഡ് ചെയ്യും. യൂസർ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന എലമെന്റ് നമ്മൾ റീഡ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നു അഡ്രസ് ഓഫ് അരേ. അരേ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന അരയിലെ 0th പൊസിഷനിലേക്ക് ആ വാല്യൂ റീഡ് ചെയ്തു. ഇവിടെ അരേ എന്നുള്ളത് അരയുടെ നെയിം ആണെന്ന് ഓർത്തിരിക്കുക. അരേ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഒരു AR എന്നോ വേറെ ഏതെങ്കിലും പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. അപ്പം ഈ ലൂപ്പ് കഴിയുന്നത് വരെ സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് വഴി നമുക്ക് എലമെന്റ്സ് റീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആ അരയിലെ അരേ ഓഫ് 0 അല്ല, അരേ ഓഫ് i ആണ്, അരയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഐയുടെ വാല്യൂ ആദ്യം 0 ആകും. അരേ ആദ്യം 0 ആകുമ്പോൾ അരേ ഓഫ് 0 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. അടുത്ത ഐയുടെ വാല്യൂ 1 ആവും. 1 ആവുമ്പോൾ അരേ ഓഫ് 1 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ആകും. അടുത്ത ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ അരേ ഓഫ് 2 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് നമ്മുടെ വാല്യൂ സ്റ്റോർ ചെയ്യും. ആ രീതിയിലാണ് പോകുന്നത്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴേക്കും നമ്മൾ എലമെന്റ്സിനെല്ലാം റീഡ് ചെയ്ത് കഴിയും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അരേ എലമെന്റ്സ് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഓഫ് അരേ എലമെന്റ്സ്. അരേ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ആ എലമെന്റ്സിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുക. പ്രിന്റ് ചെയ്യാനും റീഡ് ചെയ്യാനും നമ്മൾ ഫോർ ലൂപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഓർത്ത് വയ്ക്കുക. അരേ റീഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും നമ്മൾ ഫോർ ലൂപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. സെയിം സ്ട്രക്ചർ തന്നെയാണ്. അരയുടെ ഇൻഡെക്സ് i തൊട്ട് n വരെ പോവുക. ഇവിടെ n എന്ന് പറയുന്നത് അരയിൽ നമ്മൾ എത്ര എലമെന്റ്സ് എൻ്റർ ചെയ്തിട്ടുണ്ടോ ആ എലമെന്റ്സിന്റെ നമ്പർ ആണ് n എന്ന് പറയുന്നത്. അരയുടെ ഇൻഡെക്സ് എവിടെ തൊട്ട് എവിടെ വരെ പോകണം, 0 to n-1 വരെ പോകണം. അപ്പോൾ ലെസ് ദാൻ n കൊടുത്താൽ മതി. ഈ ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് %d എന്നിട്ട് ഒരു സ്പേസ് ഇടുക. 1 2 സ്പേസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. അല്ലെങ്കിൽ എലമെന്റ്സ് എല്ലാം കൂടി കൂടി വരും. എന്നിട്ട് എന്ത് ചെയ്യുക, അരേ എന്ന് പറഞ്ഞിട്ട് i ഇൻഡെക്സിലുള്ള എലമെന്റിനെ പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. അരേനെ റീഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും. ഇപ്പൊ ശരിക്കും ഫോർ ലൂപ്പിലൊക്കെ ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട, അത് ബ്രാക്കറ്റ് കൊടുത്ത് തന്നെ ശീലിക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, അരേ ഡിക്ലെയർ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അരയിൽ എത്ര എലമെന്റ്സ് ആണ് യൂസർ എൻ്റർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ വാല്യൂ റീഡ് ചെയ്തു. എന്നിട്ട് എലമെന്റ്സിനെ റീഡ് ചെയ്തു. എലമെന്റ്സിനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഫോർ ലൂപ്പിന്റെ അകത്ത് സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് വഴി എലമെന്റ്സിനെ റീഡ് ചെയ്തു. എന്നിട്ട് അരയിലേക്ക് സ്റ്റോർ ചെയ്തു. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എന്താണ്, നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന എലമെന്റ്സിനെ പ്രിന്റ് ചെയ്ത് കാണിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. കാരണം സ്കാൻഎഫ് ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഓരോ തവണ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും ഐട്രേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ എലമെന്റ്സിനെ റീഡ് ചെയ്യാനായിട്ട് പറ്റും. കമ്പൈൽ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. റൺ ചെയ്യുക. എൻ്റെ അടുത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എത്ര എലമെന്റ്സ് ആണ് നമ്മൾ അരയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത് അതാണ് ചോദിക്കുന്നത്. ഞാൻ 5 എന്നുള്ളൊരു വാല്യൂ എൻ്റർ ചെയ്തു. ഇനി എൻ്റെ അടുത്ത് എലമെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ 12 13 14 15 16 ഓക്കെ. ഇനി ഒരു എലമെന്റ് പ്രിന്റ് ചെയ്ത് കിട്ടി. 12 13 14 15 16 ഓക്കെ. അപ്പൊ ഈ രീതിയിലാണ് അരേ എലമെന്റ്സിനെ റീഡ് ചെയ്യുന്നതും പ്രിന്റ് ചെയ്യുന്നതും. ഇത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക. കാരണം അരയിലേക്ക് എങ്ങനെ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാം, എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് അരേ കൊണ്ടുള്ള ഒരു കാര്യങ്ങളും ഒരു ഓപ്പറേഷനും പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു അരയിലേക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, എങ്ങനെ യൂസറിന്റെ അടുത്ത് നിന്ന് അരയിലേക്ക് ഫോർ ലൂപ്പ് വഴി വാല്യൂസ് എൻ്റർ ചെയ്ത് സ്റ്റോർ ചെയ്യാം, ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അരയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്നും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒന്നും കൂടി ഒരു ഔട്ട്പുട്ടും കൂടി നോക്കാം. നമ്പർ ഓഫ് എലമെന്റ്സ് ഞാൻ 4 ആയിട്ട് കൊടുക്കുകയാണ്. ആദ്യത്തെ എലമെന്റ് 100, then 200, then 300, 400 എലമെന്റ്സ് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ
അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം അറേ എലമെന്റ്സ് റീഡ് ചെയ്യുന്നതും പ്രിന്റ് ചെയ്യുന്നതും എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും. വൈൽ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, പക്ഷെ നിങ്ങൾ ഫോർ ലൂപ്പിന്റെ സ്ട്രക്ചർ മാത്രം പഠിച്ചാൽ മതി. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് റീഡ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. ഫോർ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ ഐയുടെ വാല്യൂ i is equal to 0 to n-1 വരെ പോകണം. ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ തന്നെ പ്രിന്റ് ചെയ്യാനും റീഡ് ചെയ്യാനും സെയിം സ്ട്രക്ചർ തന്നെയാണ്. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം, അരയിൽ എത്ര എലമെന്റ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നുണ്ട് എന്നുള്ളത് ആദ്യമേ യൂസറിന്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്യുക, ആ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യുക, n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അരയിലെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.